സുഖമില്ലാത്ത അച്ഛനോടും അമ്മയോടും അർദ്ധരാത്രിക്ക് മുന്നേ ഉത്സവം കഴിഞ്ഞ് തിരിച്ചെത്താമെന്ന് പറഞ്ഞുപോയ 18കാരൻ ഹരികൃഷ്ണൻ മണിക്കൂറുകൾക്കിപ്പുറം പ്രിയപ്പെട്ടവർ അറിഞ്ഞത് അവന് സംഭവിച്ച ദാരുണമായ മർദ്ദനത്തെക്കുറിച്ചാണ്. തുടർന്ന് ദിവസങ്ങളോളം ജീവന് വേണ്ടി ആശുപത്രി മുറിയിൽ പോരാടിയ അവൻ ഒടുവിൽ മരണത്തിനു കീഴടങ്ങിയപ്പോൾ നെഞ്ചുപൊട്ടിയാണ് നാട്ടുകാരും പ്രിയപ്പെട്ടവരും കൂട്ടുകാരുമെല്ലാം അവന് വിടയേകിയത്. ഇന്നലെ നടന്ന സംസ്കാര ചടങ്ങിന്റെ കാഴ്ചകൾ മനുഷ്യ മനസ്സുകളെ മുഴുവൻ കണ്ണീരണിയിക്കുന്നതായിരുന്നു. ഒരു ചെറിയ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒപ്പം കഴിഞ്ഞിരുന്ന അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സൈനികനാകണം എന്നതായിരുന്നു. എന്നാൽ എല്ലാം പാതി വഴിയിൽ അവസാനിപ്പിച്ച് മരണത്തിന്റെ വഴിയെ പോകേണ്ടി വരികയായിരുന്നു അവന്. ഹരിയെ അവസാനമായി കാണുവാൻ ആയിരങ്ങളാണ് കീച്ചപ്പിള്ളി ഗ്രാമത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്നലെ രാവിലെ അടൂരിലെ കോളേജിലേക്കാണ് ഹരിയുടെ മൃതദേഹം ആദ്യം എത്തിച്ചത്. തുടർന്ന് ഹരി പഠിച്ച ഐവർക്കാല ഗവൺമെന്റ് LPSലേക്ക് ഉച്ചയോടെ മൃതദേഹം എത്തിച്ചു. ചെറുപ്പം മുതൽ ഹരിയുടെ വളർച്ച കണ്ടിട്ടുള്ള പ്രദേശവാസികൾ സൈനികനാകാൻ കൊതിച്ച് പാതി വഴിയിൽ പൊലിഞ്ഞുപോയ പ്രിയപ്പെട്ടവന്റെ ചേതനയറ്റ മുഖം കണ്ട് വിതുമ്പി കരയുകയായിരുന്നു. സ്കൂളിൽ 1 മണിക്കൂറോളം നീണ്ട പൊതുദർശനം കഴിഞ്ഞപ്പോഴേക്കും ഹരിയുടെ സോപാനം വീടിന്റെ മുറ്റവും വഴികളുമെല്ലാം നാട്ടുകാരാൽ നിറഞ്ഞിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ പ്രിയപ്പെട്ടവരാണ് ഹരിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. സ്വീകരണ മുറിയിലെ സിമന്റ് തറയിൽ വിരിച്ച വെള്ളമുണ്ടിൽ അവസാനമായി ഹരിയെ കിടത്തിയപ്പോൾ അമ്മയും ബന്ധുക്കളായ സ്ത്രീകളുമെല്ലാം അലമുറയിട്ട് കരയുകയായിരുന്നു. "എന്റെ കുഞ്ഞെ, എഴുന്നേൽക്കെന്റെ പൊന്നെ" എന്ന് നിലവിളിച്ചുകൊണ്ടുള്ള ഹൃദയം തുളയ്ക്കുന്ന അമ്മ രജനിയുടെ കരച്ചിൽ സഹിക്കാൻ കഴിയാത്തതായിരുന്നു. സിമന്റ് തറയിൽ കിടത്തിയ മകന്റെ ചേതനയേറ്റ ശരീരത്തെ ചേർത്തു പിടിച്ച് അലമുറയിട്ടു കരഞ്ഞ രജനിയെ ഹരികൃഷ്ണന്റെ ചേട്ടൻ ജയകൃഷ്ണനും ബന്ധുക്കളും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് അകത്തെ മുറിയിലേക്ക് മാറ്റിയത്. ജീവനുള്ള കാലം വരെയും ഹരിയുടെ നിഴലായി നടന്ന ചേട്ടനായിരുന്നു ജയകൃഷ്ണൻ. അവസാന നിമിഷം അനിയന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്ന കാഴ്ച നെഞ്ചുപൊട്ടിക്കുന്നതായിരുന്നു. പിന്നീട് അനിയനെ ചേർത്ത് പിടിച്ച് സ്നേഹചുംബനവും നൽകിയാണ് അവൻ യാത്രയാക്കിയത്. ഭിന്നശേഷിക്കാരനും പാർക്കിൻസൺസ് രോഗബാധിതനുമായ പിതാവ് ജയസേനനും അന്ത്യചുംബനം നൽകിയത് കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈർന്നണിയിക്കുന്നതായിരുന്നു. ക്ലാസ് മുറികളിലും മൈതാനങ്ങളിലും ഉത്സവ ആഘോഷങ്ങളിലുമെല്ലാം ഇനി സച്ചു എന്ന ഹരി ഒപ്പമില്ല എന്ന വേദനയിൽ അവന്റെ കൂട്ടുകാരെല്ലാം വീടിന് മുന്നിൽ വിങ്ങിപ്പൊട്ടിയാണ് നിന്നത്. വലിയ സുഹൃത്ത് വലയമായിരുന്നു ഹരിക്കുണ്ടായിരുന്നത്. ചെറിയ ക്ലാസുകൾ മുതൽ ഒപ്പം പഠിച്ചവരും പണിക്ക് പോകുമ്പോൾ കൂട്ടായവരും സൈനികനാകാനുള്ള പരിശീലനത്തിൽ ധൈര്യം പകർന്നവരുമടക്കം ഹരിയുടെ ചലനമറ്റ ശരീരത്തിന് അന്ത്യയാത്രയേകാൻ എത്തിയിരുന്നു. വീടിന് മുന്നിൽ ഒരുക്കിയ ചെറുപന്തലിൽ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മുറ്റത്തൊരുക്കിയ ചിതയിലേക്കാണ് മൃതദേഹം എത്തിച്ചത്. ചേട്ടൻ ജയകൃഷ്ണനും ഉറ്റവരും ചേർന്ന് ചിതയ്ക്ക് അഗ്നി പകർന്നതോടെ ജനങ്ങൾ പിരിഞ്ഞു പോവുകയായിരുന്നു. കൊല്ലം മരുത്തടി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ നടന്ന ആക്രമണത്തിനിടെയാണ് ഹരികൃഷ്ണന് ഗുരുതരമായി പരിക്കേറ്റത്. അടൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ഡിപ്ലോമ വിദ്യാർത്ഥിയായിരുന്നു ഹരികൃഷ്ണൻ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.